പോകുന്ന ടോപ്പിക് ഫാദേഴ്സ് ഓഫ് ടെക്നോളജി. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അലൻ ട്യൂറിംഗ് ആണ്. ഇത് ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സീമർ ക്രേ. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അലൻ ട്യൂറിംഗ്. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സീമർ ക്രേ. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഫാദർ ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ്. ഇനി അടുത്തത് ഇന്റർനെറ്റിന്റെ ഫാദർ വിൻസ്റ്റൺ സർഫ്. ഇന്റർനെറ്റിന്റെ പിതാവാണ് വിൻസ്റ്റൺ സർഫ്. അടുത്തത് സെല്ലുലാർ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ ആണ്. സെല്ലുലാർ ഫോണിന്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ. ഇൻഡസ്ട്രിയൽ റോബോട്ട്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് എഫ് എയ്ൻഗൽബർഗർ. ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്-ലീ ആണ്. കമ്പ്യൂട്ടർ മൗസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോഗ്ലസ് സി എൻഗൽബർഗ്. ഇന്റർനെറ്റിന്റെ പിതാവ് വിൻസ്റ്റൺ സർഫ് ആണ്. സെല്ലുലാർ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ. ഇൻഡസ്ട്രിയൽ റോബോട്ട്സിന്റെ പിതാവ് ജോസഫ് എഫ് എയ്ൻഗൽബർഗർ. വേൾഡ് വൈഡ് വെബിന്റെ പിതാവ് ടിം ബെർണേഴ്സ്-ലീ. കമ്പ്യൂട്ടർ മൗസിന്റെ പിതാവ് ഡോഗ്ലസ് സി എൻഗൽബർഗ്. ഫാദർ ഓഫ് ക്യാമറ ഫോൺ ഫിലിപ്പി കാൻ. ഫാദർ ഓഫ് ഫ്ലോപ്പി ഡിസ്ക് അലൻ ഷുഗർ. അടുത്തത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന CD-യുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ജെയിംസ് ടി റസൽ ആണ്. കോമ്പാക്ട് ഡിസ്കിന്റെ പിതാവ് ജെയിംസ് ടി റസൽ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ പിതാവ് ജോൺ വോൺ ന്യൂമാൻ ആണ്. ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പിതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. ബൈനറി കോഡിന്റെ പിതാവ് യൂജിൻ പോൾ കർട്ടിസ് ആണ്. പക്ഷെ ബൈനറി കോഡിന്റെ പിതാവ് യൂജിൻ പോൾ കർട്ടിസ് ആണ്. പക്ഷെ ബൈനറി കോഡ് ഇൻവെന്റ് ചെയ്തത് ഗോഡ്ഫ്രീഡ് ലീബ്നിസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ്. ഫാദർ ഓഫ് വൈഫൈ എന്നറിയപ്പെടുന്നത് വിക് ഹെയ്സ് ആണ്. വിക് ഹെയ്സ് ആണ് ഫാദർ ഓഫ് വൈഫൈ. ഫാദർ ഓഫ് ഇൻഫർമേഷൻ തിയറി ക്ലൗഡ് ഷാനൺ. ക്ലൗഡ് ഷാനൺ ആണ് ഫാദർ ഓഫ് ഇൻഫർമേഷൻ തിയറി. ക്ലൗഡ് ഷാനൺ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് തന്നെയാണ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടറും ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസും അലൻ ട്യൂറിംഗ് ആണ്. ഇത് വീഡിയോ ഗെയിംസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് റാൽഫ് ബാർ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് പി ഭട്കർ ആണ്. വിജയ് പി ഭട്കർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. എന്നാൽ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് സീമർ ക്രേ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് പി ഭട്കർ. ഇത് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാണ് രാജീവ് ഗാന്ധി.
ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാണ് രാജീവ് ഗാന്ധി. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വിജയ് പി ഭട്കർ. വീഡിയോ ഗെയിംസിൻ്റെ പിതാവാണ് റാൽഫ് ബെയർ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവും അതുപോലെ തന്നെ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവും അലൻ ട്യൂറിംഗ് ആണ്. ഇൻഫർമേഷൻ തിയറിയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ക്ലൗഡ് ഷാനനാണ്. പക്ഷേ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ്. വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക് ഹെയ്സ് ആണ്. ഇനി നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുക. കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. പ്രോഗ്രാംസ് എന്താ, നമ്മൾ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഇതുപോലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് യൂസറിന് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മെയിനായിട്ട് 2 ടൈപ്സ് ഉണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നത് സിസ്റ്റം മാനേജ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ നോക്കാം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ, സിസ്റ്റം യൂട്ടിലിറ്റീസ്. ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഉള്ള സോഫ്റ്റ്വെയർസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറും. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് പ്രൊസസ്സർ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ്, ഇതൊക്കെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസാണ്. പക്ഷേ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർസിൽ വരുന്നതാണ് റിസർവേഷൻ സിസ്റ്റം, ബില്ലിംഗ്, റിപ്പോർട്ട് കാർഡ്. ഇതിനൊക്കെയുള്ള സോഫ്റ്റ്വെയറുകൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിനെ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ തന്നെ. അപ്പോൾ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും ഹാർഡ്വെയറിനെയും പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനൊക്കെയുള്ള പ്രോഗ്രാംസിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുക. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും യൂസറുമായിട്ടുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറായിട്ട് യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്കാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് MS-DOS, വിൻഡോസ് XP, പിന്നെ അതുപോലെ തന്നെ വിൻഡോസ് 8, ലിനക്സ്. ഇതൊക്കെ നമുക്കറിയാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഇനി അടുത്ത് എന്താണ് ഡിവൈസ് ഡ്രൈവേഴ്സ് നോക്കാം. ഒരു ഡിവൈസിനെ കമ്പ്യൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനെ ഫങ്ഷനിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന സോഫ്റ്റ്വെയർസാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഏതൊരു ഡിവൈസും ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് കൊടുക്കും. അതായത് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസിനെ ഫങ്ഷനിലാക്കാൻ വേണ്ടി റൈറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ സോഫ്റ്റ്വെയർസാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇപ്പോൾ പ്രിൻ്റർ ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, എന്തും കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് റൈറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇനി അടുത്ത് എന്താണ് സിസ്റ്റം യൂട്ടിലിറ്റീസ്. സിസ്റ്റം യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ്റനൻസ് ആയിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസാണ് സിസ്റ്റം യൂട്ടിലിറ്റീസ്. അതായത് ആൻറ്റി വൈറസ്, ഡിസ്ക് ക്ലീനേഴ്സ്, ബാക്കപ്പ് യൂട്ടിലിറ്റീസ്, ഇതൊക്കെ സിസ്റ്റം യൂട്ടിലിറ്റീസ് ആണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ്റനൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് സിസ്റ്റം യൂട്ടിലിറ്റീസ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയറിന് അണ്ടറിൽ വരുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിന് യൂസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൈമറി ഇൻ്റർഫേസ് ആണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. യൂസറിന് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ളതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടുണ്ടെങ്കിൽ
കമ്പ്യൂട്ടർ പെർഫോം ചെയ്യേണ്ട കമ്പ്യൂട്ടേഷനൊക്കെ എന്താണെന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് യൂസറിൻ്റെ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്യണമെന്ന് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യേണ്ട ടാസ്ക് യൂസറിന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഇൻ്റർഫേസ് ആണ്. അതായത് കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള പ്രൈമറി ഇൻ്റർഫേസ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറിന് ചെയ്യേണ്ട ടാസ്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ ലോ ലെവൽ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജിൽ 2 ടൈപ്സ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. എന്താണ് മെഷീൻ ലാംഗ്വേജ് നോക്കാം. മെഷീൻ ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ്. അതായത് ഒബ്ജക്റ്റ് കോഡാണ് അതിൻ്റെ വേറെ പേര്. 0ഉം 1ഉം ആയിട്ടുള്ള മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് മനസ്സിലാവുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഉപയോഗിച്ചിരുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറിന് ഈസിലി മനസ്സിലാവുമെങ്കിലും യൂസറിന് ഉപയോഗിക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എല്ലാതും 0ഉം 1ഉം ആയിട്ടാണ് മെഷീൻ ലാംഗ്വേജിൽ പ്രസൻറ്റ് ചെയ്യുക. അതുകൊണ്ട് യൂസറിന് ആ ലാംഗ്വേജ് മനസ്സിലാവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി വന്നു. അതുകൊണ്ടാണ് പിന്നീട് ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. ഇനി അടുത്തത് എന്താണ് അസംബ്ലി ലാംഗ്വേജ് നോക്കാം. അസംബ്ലി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഹാർഡ്വെയർ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു അസംബ്ലർ വേണം. അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് അതിനൊരു ട്രാൻസ്ലേറ്റർ വേണം. ആ ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലറാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് അസംബ്ലി ലാംഗ്വേജിനെ മാറ്റാനുള്ള ട്രാൻസ്ലേറ്റർ. അസംബ്ലി ലാംഗ്വേജ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഇതാണ് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് മനസ്സിലാവില്ല. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരുന്നു അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ വേണമായിരുന്നു. അതാണ് അസംബ്ലർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നത്. അടുത്തത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് സോഴ്സ് കോഡ്. ലോ ലെവൽ ലാംഗ്വേജ് അറിയപ്പെടുന്നത് ഒബ്ജക്റ്റ് കോഡ് എന്നാണ്. ലോ ലെവൽ ലാംഗ്വേജ് അറിയപ്പെടുന്നത് ഒബ്ജക്റ്റ് കോഡ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് അറിയപ്പെടുന്നത് സോഴ്സ് കോഡ് എന്നാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണം, അസംബ്ലി ലാംഗ്വേജിലെ പോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിനും വേണം. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് യൂസറിന് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്. അതിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റർ വേണം ഹൈ ലെവൽ ലാംഗ്വേജിനും അസംബ്ലി ലാംഗ്വേജിനും. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളതാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉള്ളതാണ് കമ്പൈലർ. എന്നാൽ ലോ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളതാണ് അസംബ്ലർ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കമ്പൈലറും അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അസംബ്ലറാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പറയുക ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന്. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ലാംഗ്വേജാണ് ഒബ്ജക്റ്റ് കോഡ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള ലാംഗ്വേജാണ് സോഴ്സ് കോഡ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത ലാംഗ്വേജാണ് ഒബ്ജക്റ്റ് കോഡ്.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞ രണ്ടെണ്ണം. അസംബ്ലർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപ്രിറ്റർ ഉണ്ട്. അസംബ്ലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, കമ്പൈലർ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അടുത്തത് ഇൻ്റർപ്രിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉള്ളത് തന്നെയാണ് ഇൻ്റർപ്രിറ്റർ. ഇൻ്റർപ്രിറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ടിങ് നടക്കുക. ഇൻ്റർപ്രിറ്ററിൽ കൺവേർട്ടിങ് നടക്കുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. ഇൻ്റർപ്രിറ്ററിൽ ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷനാണ് നടക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഗ്രാമിൽ എറർ കണ്ടുപിടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കൺവേർട്ടർ ഇൻ്റർപ്രിറ്ററാണ്. ഇനി അടുത്തത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുക. അതായത് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസ് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ടാലി, MS വേർഡ്, MS എക്സൽ, ഫോട്ടോഷോപ്പ്, ഇതൊക്കെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 2 ടൈപ്സ് ഉണ്ട്. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ജനറൽ പർപ്പസിൽ വരുന്നതാണ് വേർഡ് പ്രോസസ്സിംഗ്, DBMS. DBMSന് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ ഗ്രാഫിക് സോഫ്റ്റ്വെയർ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഇതൊക്കെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസ് ആണ്. അടുത്തത് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേറോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ബില്ലിംഗ് സിസ്റ്റം, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, അറ്റൻഡൻസ് സിസ്റ്റം, റിസർവേഷൻ സിസ്റ്റം, അതിനൊക്കെയുള്ള സോഫ്റ്റ്വെയർ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. ഇനി അടുത്തത് എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ നോക്കാം. യൂസറിന് ഏത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ടുള്ള ഫ്രീഡം തരുന്ന സോഫ്റ്റ്വെയർസാണ് ഫ്രീ സോഫ്റ്റ്വെയർ. Free software is a computer software that gives users the freedom to run the software for any purpose. അതായത് സ്റ്റഡി, മോഡിഫൈ, ഡിസ്ട്രിബ്യൂട്ടിനുള്ള ഫ്രീഡം ഒക്കെ യൂസേഴ്സിന് തരുന്ന സോഫ്റ്റ്വെയർസാണ് ഫ്രീ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിനെ പഠിക്കാനാണെങ്കിലും അതിൽ ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി അതിനെ മോഡിഫൈ ചെയ്യാനാണെങ്കിലും ഈ മോഡിഫൈ ചെയ്ത സോഫ്റ്റ്വെയറിനോ അതോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയറിനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെയുള്ള ഫ്രീഡം യൂസേഴ്സിന് തരുന്ന സോഫ്റ്റ്വെയറാണ് ഫ്രീ സോഫ്റ്റ്വെയർ. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഫൗണ്ട് ചെയ്തത് 1985 ഒക്ടോബറിൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പിതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 1985 തുടങ്ങിയത്. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന് ആ സോഫ്റ്റ്വെയറിനെ പഠിക്കാനും ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്യാനും ആ മോഡിഫൈ ചെയ്ത സോഫ്റ്റ്വെയറിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയറിനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം യൂസേഴ്സിന് തരുന്ന സോഫ്റ്റ്വെയറാണ് ഫ്രീ സോഫ്റ്റ്വെയർ. അത് ഫൗണ്ട് ചെയ്തത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. 1985 ഒക്ടോബറിലാണ് ഫൗണ്ട് ചെയ്തത്. അടുത്ത എന്താണ് നാസ്കോം നോക്കാം. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ്, അതാണ് നാസ്കോം. നാഷണൽ അസോസിയേഷൻ ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, അതായത് BPO ഇൻഡസ്ട്രീൻ്റെയും ഒരു ട്രേഡ് അസോസിയേഷനാണ് നാസ്കോം. നാസ്കോം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 നാസ്കോമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. നാസ്കോമിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്തോളൂ. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നാസ്കോമിൻ്റെ പ്രസൻറ്റ് ചെയർമാനാണ് രാമൻ റോയ്. പ്രസൻറ്റ് പ്രസിഡൻ്റാണ് R. ചന്ദ്രശേഖർ. നാസ്കോമിൻ്റെ പ്രസിഡന്റ് R. ചന്ദ്രശേഖർ, പ്രസൻറ്റ് ചെയർമാൻ രാമൻ റോയ്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജുകളുടെ കാര്യം പറഞ്ഞു. ലാംഗ്വേജുകളെ കുറിച്ച് അത് ഇൻവെൻറ്റ് ചെയ്ത വർഷം അതിൻ്റെ ഡെവലപ്പർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോർട്രാൻ ഡെവലപ്പ് ചെയ്തത് 1957 ജോൺ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഫോർട്രാൻ ഡെവലപ്പ് ചെയ്തത്. അടുത്തത് LISP 1958 ഡെവലപ്പ് ചെയ്തത് ജോൺ മെക്കാർത്തി എന്ന് പറഞ്ഞ
സയൻറ്റിസ്റ്റാണ് ലിസ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അടുത്തത് കൊബോൾ 1959 ഗ്രേസ് ഹോപ്പർ. ബേസിക് ലാംഗ്വേജ് 1964 ജോൺ ജി കെമനി ആൻഡ് തോമസ് സി കോട്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുകളാണ് ഇൻവെൻറ്റ് ചെയ്തത്. അടുത്തത് പാസ്കൽ 1970 നിക്ലോസ് വർത്ത് എന്ന് പറഞ്ഞ ആളാണ് ഡെവലപ്പ് ചെയ്തത്. പാസ്കൽ നിക്ലോസ് വർത്ത്. അടുത്തത് സി 1972 ഡെന്നിസ് റിച്ചി. C++ 1983 ജാനെ സ്ട്രോസ്ട്രപ്പ്. ജാവ 1995 ജെയിംസ് ഗോസ്ലിംഗ്. അപ്പോൾ നമ്മൾ 8 പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും അത് ഇൻവെൻറ്റ് ചെയ്ത വർഷവും അത് ഇൻവെൻറ്റ് ചെയ്ത വ്യക്തികളും പഠിച്ചു. ഫോർട്രാൻ, LISP, കൊബോൾ, ബേസിക്, പാസ്കൽ, C++, ജാവ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. താങ്ക് യു.